ഗായ്, ഞാനെന്താ പഴയതുപോലൊക്കെ കിച്ചണിനല്ലേ, പഴയവല്ല, ഞാൻ എപ്പോഴും കിച്ചനാണ്. ഞാനിന്ന് വെറൈറ്റി ഐറ്റംസ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഞാൻ ചായ ഉണ്ടാക്കാൻ പോയി. ഞാൻ മാത്രം, അമ്മയില്ല, അപ്പയുമില്ല, ആപ്പിളുമില്ല, എൻ്റെ സിസ്റ്റർ, പിന്നെ എൻ്റെ ബ്രദറും ഇല്ല, ആരുമില്ല, ഞാൻ മാത്രം. ഞാൻ കിച്ചണിൽ അമ്മയ്ക്ക് ഞാൻ ഓൾറെഡി ഒരു ചായ ഉണ്ടാക്കി കൊടുത്ത് അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഞാൻ ഓൾറെഡി ചൂടുവെള്ളം ഇവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അയ്യോ ഭയങ്കര ചൂടാക്കി കൈവളി. നെക്സ്റ്റ് ഞാൻ പഞ്ചസാരയും പിന്നെ ചായപ്പൊടി എടുക്കുക. ഞാൻ ശരിക്കും ഇന്നും ഉണ്ടാക്കാൻ കയറിയിട്ടല്ല എടുക്കാറ്, എനിക്കത്ര ഇഷ്ടത്തില്ല ഉണ്ടാക്കി. കർത്താവ്, ആദ്യത്തെ ഫ്ലോർ പോയി, അതെൻ്റെ സിംഗിൾ കർത്താവ് വീണില്ല പഴയതുപോലെയൊക്കെ. അപ്പം ഞാനിത് വെച്ചാണ് ഞാൻ വലുതായി നോക്കി നിങ്ങൾ വിചാരിക്കണേ. അല്ല, വലിയതൊന്നും ആയതല്ല, കസാര വെച്ചേക്കുന്നതാണ്. കസാര വെച്ചുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനത്തെ ജോലി ചെയ്യുന്നത്. എനിക്ക് ഇങ്ങനത്തെ ജോലി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കട്ടൻ ചായ എന്ന് വെച്ചാൽ ജീവനാണ്. പക്ഷെ ഞാൻ രാവിലെ പാൽ ചായ കുടിക്കും, വൈകുന്നേരം കട്ടൻ ചായ കുടിക്കും. അതാണ് എൻ്റെ ഐറ്റം. അപ്പോൾ എൻ്റെ കപ്പ് റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ പഞ്ചസാര ഞാനെപ്പോഴും തെറ്റും. പഞ്ചസാരയല്ല അതിന് ഫസ്റ്റ് വേണ്ടത്. നമുക്ക് ഇതായിരുന്നു വേണ്ട ടീ. ഇത് നമ്മൾ ഇതിനകത്ത് പതക്കി അങ്ങോട്ട് ഇടും. ഈ വെള്ളം ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ പയ്യെ അങ്ങോട്ട് എടുക്കുക. കുടിക്കാനൊക്കെയാണ് ഇഷ്ടമാണ്, അല്ലാത്തപ്പോൾ ഇഷ്ടമില്ല. അപ്പോൾ എന്താണെന്നറിയാം. അപ്പം ഈ ഫ്ലോർ കഴിഞ്ഞ് ഇത് വെക്കണം. തീറ്റ് വെക്കാൻ എനിക്കൊരുപാട് കാല് വയ്ക്കാൻ മതിയില്ലേ, അല്ലാത്തപ്പോൾ വേണം. പഞ്ചസാര 1 സ്പൂൺ അല്ല 2 സ്പൂൺ പഞ്ചസാര, പഞ്ചസാര ഇട്ടു. 2 സ്പൂൺ പഞ്ചസാര എത്രയെങ്കിലും ആവശ്യം വരുമോ അവിടെ ഇട്ടിട്ട് അതിനെ മുകളിൽ വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഇതാണ് എടുക്കുന്നത്, പുഴുങ്ങല. ചൂടുവെള്ളം നല്ല ചൂട്, കൈപൊള്ളി. ഓക്കെ, ആദ്യത്തെ ഫ്ലോറിൽ കൈപൊള്ളി, അത് കുഴപ്പമില്ല. കുറച്ചുകൂടി വയ്ക്കാം. ഓക്കെ, ഇത്രയും മതി. എൻ്റെ സ്പൂൺ പഞ്ചസാരക്ക് വേണം. ഓക്കെ, ഞാനൊന്ന് ഇളക്കുവാണ്. ഞാൻ ഇത്രയും നാളായിട്ട് ഇളക്കിയിട്ടേ ഇല്ല. ഞാൻ പണ്ടില്ല അമ്മേനെ കുക്കിങ്ങിലൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ചായയൊക്കെ ഉണ്ടാക്കുമായിരുന്നു, പിന്നെ കറിയൊക്കെ അങ്ങനെ ഇളക്കുമായിരുന്നു. അങ്ങനത്തെ ജോലികൾ പണ്ട് ഞാൻ ചെയ്യും. ഇപ്പം എന്താണെന്നറിയില്ല, മൊബൈൽ വന്നതിന് ശേഷം ഞാനിപ്പോൾ ആ പരിപാടി ഒന്നും ചെയ്യുന്നില്ല. അപ്പം ഞാൻ ഓർത്ത് ഇങ്ങനെ ഒരു ചായയൊക്കെ ഉണ്ടാക്കിയിരിക്കാൻ. ഞാൻ മുകളിൽ മര്യാദയ്ക്കൊരു റീൽസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴമ്മ പറഞ്ഞ് പോയി ചായ ഒന്ന് ടീ ഉണ്ടാക്കുമെന്ന്. ഞാൻ ഇവിടുത്തെ കാര്യങ്ങളായതുകൊണ്ട് ടീ ഉണ്ടാക്കി. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഞാനിതേ ഈ ഇലകൾ ഇതുപോലെ അമ്മയ്ക്ക് പണ്ടൊക്കെ ഞാൻ ഇങ്ങനത്തെ പണ്ട് രാത്രി അമ്മയ്ക്ക് ചെയ്തൊക്കെ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഇളക്കി കുടിക്കാം. പക്ഷെ ഞാൻ തന്നെ ഇതെല്ലാം ക്ലീൻ ആക്കേണ്ട വരും. നിങ്ങൾക്ക് ഇങ്ങനത്തെ ചായയോ ടീയോ അങ്ങനെയൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവർക്ക്. എനിക്ക് വലിയ ഇഷ്ടമാണ്, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല അമ്മ എപ്പോഴെപ്പോഴും പറയുമ്പോൾ. അതുകൊണ്ട് ഞാൻ അമ്മേനോട് എന്ന് പറയും, അമ്മ അപ്പം ഞാൻ കുടിക്കാം.
മറ്റേത് ഇല്ലെന്ന് തോന്നുന്നു. എന്തോ മരി ഇത് 3 സ്പൂൺ ഇടാം. 1 2 അയ്യോ എന്നെടുക്കും. ഇത് സ്പൂണുണ്ട് നമ്മുടെ കയ്യിൽ. ഒരു സ്പൂൺ നോക്കിക്കോളൂ. ഇല എടുക്കാം, കാരണം ഇലയ്ക്ക് അത്ര പറ്റൂലേ. ഇത് ഇല, ഇത് മറ്റേ കാര്യങ്ങളൊക്കെ പഞ്ചസാര. എന്നിട്ട് ഇല തോന്നി പോകുമ്പോൾ നമ്മളിങ്ങനെ ജീവിക്കും. ഓ 2 സ്പൂൺ ഇട്ടുള്ളൂ ആകെ. ഒരെണ്ണം കൂടി ഇടാറുണ്ട്. എനിക്ക് പഞ്ചസാര വെച്ച് എൻ്റെ ജീവൻ പുള്ളി സ്നേഹിക്കില്ല. ഇല എങ്ങനെ ഒരു ഇലയുണ്ട് ഗായ്സ്. അപ്പം എൻ്റെ കൽപ്പുന്നി സൂപ്പ് അടിപൊളി. അപ്പോൾ പറയണ്ടല്ലേ ഞാൻ പഴയതുപോലെ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാൻ ബൈ ബൈ, ടാറ്റാ. ഒറ്റ മിനിറ്റ്, ഞാനിതെല്ലാം എടുത്തു വെച്ചിട്ട് ഞാനിപ്പോൾ പറയാമേ, അല്ലെങ്കിൽ നാളെ തൊട്ടേ ഞാൻ വീഡിയോ ഒന്നുമില്ല. നിങ്ങളെ എനിക്ക് 790 സബ്സ്ക്രൈബ്സേ ആകെ ആയിട്ടുള്ളൂ. അല്ല 97 സബ്സ്ക്രൈബ്സേ ആയിട്ടുള്ളൂ. ഞാൻ കുറച്ച് ദിവസം വീഡിയോയിലൊന്നും വരാത്തത്. ഒരു ദിവസം വന്നില്ലേ, അതെന്താ വീണ്ടും ഞാൻ വരാത്തത് എന്താണെന്നറിയാമോ? ഞാൻ ജൂലൈയിൽ വരും. ജൂലൈ 28. എന്നമ്മ ഞാൻ ചായ ഉണ്ടാക്കി കഴിഞ്ഞില്ല. ചായ കഴിയുമ്പോൾ വരാവേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാൻ ബൈ ബൈ. അമ്മ വിളിക്കുന്നുണ്ടേ.